സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയിൽ നാം കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. വലിയ അത്ഭുതവാനായ ഒരു ദൈവത്തോടൊപ്പമാണ് ഞാനും നിങ്ങളിപ്പോൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. അവിടുന്ന് നിശ്ചയമായും ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. നിശ്ചയമായി രാത്രിയിൽ അവിടുന്ന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ മാസവും ധാരാളം അനുഗ്രഹ സാക്ഷ്യങ്ങളുടെ കത്ത് ഞങ്ങൾക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു 3 ദിവസം മുമ്പ് വന്ന ഒരു സാക്ഷി പ്രകാരമാണ്. ശാലോം ടെലിവിഷനിലെ ഒരു ശുശ്രൂഷയുടെ സമയത്ത് വലതുകരം മുഴുവൻ വ്രണം നിറഞ്ഞു നിന്നിരുന്ന ഒരു ചേച്ചി ആ സ്ക്രീനിൽ തൊട്ട് പ്രാർത്ഥിച്ച മാത്രയിൽ സൗഖ്യപ്പെടുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് ചേച്ചി കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയവനായൊരു ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കണം. എൻ്റെ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ബസ് ചെയ്ത കുളക്കരയിലെ വർഷങ്ങളായി കിടന്ന ഒരു തളർവാദ രോഗിയോട് യേശു പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. യോഹന്നാന്റെ സുവിശേഷം 5:9. തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് നടന്നു. തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് നടക്കുകയാണ്. ഇതുപോലൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം തന്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നത് തന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദര സഹോദരി, ഈ രാത്രിയിൽ നീ നിരാശപ്പെടരുത്. ഈ രാത്രിയിൽ നിനക്കൊരു പ്രത്യാശയുടെ കവാടം ദൈവം തുറക്കുകയാണ്. നീ ആത്മാവിന്റെ ശക്തിക്കായി പ്രാർത്ഥിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ചുകൊണ്ട് ഈ പാട്ടിന്റെ വരികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. നിശ്ചയമായും പരിശുദ്ധാത്മാ നമ്മുടെ മേലെ ഇറങ്ങി വരും.
ദർശനങ്ങൾ കണ്ടിടട്ടെ. പുത്രിമാരും പ്രവചിക്കട്ടെ, യൗവനക്കാർ ദർശനങ്ങൾ കണ്ടിടട്ടെ. വൃദ്ധന്മാരും സ്വപ്നങ്ങൾ കണ്ടിടട്ടെ, ആത്മാരി എങ്ങുമേ പെയ്തിടട്ടെ. വൃദ്ധന്മാരും സ്വപ്നങ്ങൾ കണ്ടിടട്ടെ, ആത്മാരി എങ്ങുമേ പെയ്തിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, കടന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, കടന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. വലിയ പ്രത്യാശയോടെ, വലിയ സ്നേഹത്തോടെ, ദൈവ സ്നേഹത്തിൽ നമുക്ക് പറയാതിരിക്കാം. ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, കടന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, കടന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഉയരത്തിലെ കാറ്റിനിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിടട്ടെ. ഉയരത്തിലെ കാറ്റിനിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിടട്ടെ. അന്യഭാഷയെല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്യഭാഷയെല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, കടന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. 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 എല്ലാവരും ഉള്ളതിൽ നിന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ ഭരനിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേക ശക്തി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ എല്ലാ ദൈവമക്കളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഭരനിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ, പീഡിതരുടെ മേൽ വ്യാപരിക്കട്ടെ, ദുഃഖിതരുടെ മേൽ വ്യാപരിക്കട്ടെ. വലിയ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. അവൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, ആരാധന മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. യെശയ്യാ 43:5 നാം ഇപ്രകാരം വായിക്കുന്നു: ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ദൈവം നിന്റെ ചുവടുകളിൽ ചേർത്ത് ചവിട്ടി നിന്നെ സംവഹിക്കുന്ന ഒരു ദൈവം, നിന്നെ കരങ്ങളിലെടുക്കുന്ന ഒരു ദൈവം. ഈ രാത്രിയിൽ സകല പ്രത്യാശ നമുക്ക് അവനിൽ അർപ്പിക്കാം. സകല പ്രത്യാശ അവനിൽ അർപ്പിച്ചുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, ഒരു അനുഗ്രഹത്തിനായി, ഒരു അഭിഷേകത്തിനായി നിന്റെ പ്രാർത്ഥനകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടൊപ്പമായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സിയോനിലേക്കുള്ളൊരു യാത്രയിൽ
നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. സിയോനിലേക്കുള്ളൊരു യാത്രയിൽ പൈതലെ നമുക്ക് ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ദൈവം സംവഹിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിനെ സംവഹിച്ചതുപോലെ നമ്മെ സംവഹിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ആ പാട്ടിൻ്റെ വരികളിലൂടെ ഇപ്പോൾ അഭിഷേകത്തോടെ കടന്നു പോകാം. ശക്തമായി പാടി ആരാധിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാം. വിശ്വാസത്താൽ വലിയ സ്നേഹത്താൽ കർത്താവിന്റെ മഹിമകൾ പാടി നമുക്ക് ആരാധിക്കാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്ന് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ശക്തമായി നമുക്ക് നമ്മോട് തന്നെ പറയാം, ഈ ജീവിതയാത്രയിൽ എനിക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല. ഈ ജീവിതയാത്രയിൽ എൻ്റെ ദൈവം എന്നെ സംവഹിക്കുന്നു. ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷന തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷന തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. രണ്ട് സൈഡിലേക്കാണ് പഠിച്ച
ഭയമൊന്നും വേണ്ടിയും അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകം ഇവിടെ നിറയട്ടെ. ദൈവിക സാന്നിധ്യം നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. അഭിഷേക ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വസിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കാതെ മടങ്ങരുത് കർത്താവേ. ഞങ്ങളുടെ കൂടെ വസിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മൾ ജപമാലയിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോ ശുശ്രൂഷകനായ ജേക്കബാണ്. നമുക്ക് ജേക്കബിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പരിശ്രമിക്കാം. ജോയൽ പ്രവാചകൻ തന്റെ പ്രവചനത്തില് 2-ാം അധ്യായത്തിന്റെ 28 ഇങ്ങനെ പറയാണ്, ആ നാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ അവരുടെ മേൽ വർഷിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. കർത്താവിന്റെ ആത്മാവിന്റെ വരവിനെ കുറിച്ച് യേശുക്രിസ്തുവിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോയേൽ ദീർഘദർശി പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ അങ്ങനെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്തയിൽ ഇത് അന്വർത്ഥമാവുകയാണ്. അതേ പന്തക്കുസ്തയുടെ അനുഭവം ഏതൊക്കെ വേദികളിൽ ആരൊക്കെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുന്നുവോ, ദൈവത്തെ ആരാധിക്കുന്നുവോ, ആ സമൂഹത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ കടന്നു വരികയാണ്. ഇത് ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ്. ക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ 15:26 വചനപ്രകാരം നമ്മുടെ മേൽ ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യം പാടിയ പാട്ട് ഉയരത്തിലെ കാറ്റ് വിട വീശട്ടെ. വളരെ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് വലിയ സന്തോഷത്തോടെ കരമടിച്ച് ഹൃദയമുയർത്തി നമുക്ക് ഇപ്പോൾ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാം, ആരാധിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ ഭവനങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കരമടിച്ചുകൊണ്ട് പാടാം. കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിടട്ടെ. ഉയരത്തിലെ കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിടട്ടെ. കരമുയർത്തി അടിക്കാം. കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിടട്ടെ. ഉയരത്തിലെ കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ,
പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. രണ്ട് സൈഡിലേക്ക് കല പിടിച്ചോണ്ട് വലിയ സന്തോഷത്തോടെ പുത്രിമാരും പ്രവചിക്കട്ടെ, യൗവനക്കാർ ദർശനങ്ങൾ കണ്ടിടട്ടെ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കട്ടെ, യൗവനക്കാർ ദർശനങ്ങൾ കണ്ടിടട്ടെ. വൃദ്ധന്മാരും സ്വപ്നങ്ങൾ കണ്ടിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. വൃദ്ധന്മാരും സ്വപ്നങ്ങൾ കണ്ടിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. വലിയ സന്തോഷത്തോടെ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരമുയർത്തി ഒന്നടിക്കാം. ആമേൻ. ഹല്ലേലൂയ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധി ഉണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. ന്യായവിധി ഉണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഉയരത്തിലെ കാറ്റിനിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീയുടെ കത്തിടട്ടെ. ഉയരത്തിലെ കാറ്റിനിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീയുടെ കത്തിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കും. എൻ്റെ യേശുവിൽ
ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് നൽകുന്ന 3 അമൂല്യമായ ചിന്തകൾ ധ്യാനിക്കുവാനായി ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ക്രിസ്മസ് നൽകുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ദൈവം നമ്മോട് കൂടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി മനുഷ്യൻ്റെ കൂടെ വസിക്കുവാൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് ശേഷവും ഈ കാലഘട്ടത്തിൽ എല്ലാ നിമിഷവും ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നാൽ നമുക്ക് പറ്റുന്ന 2 അബദ്ധങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ പലപ്പോഴും നമ്മൾ കൈവിട്ട് കളയുന്നു. 2, ദൈവത്തെ പലപ്പോഴും കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എപ്പോഴാണ് നമ്മൾ ദൈവത്തെ കൈവിട്ട് കളയുന്നത്? സന്തോഷത്തിൻ്റെ അവസരങ്ങളിൽ, ആഘോഷത്തിൻ്റെ ദിവസങ്ങളിൽ, ഉത്സവത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാതെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഉദാഹരണമായി നമ്മളൊരു മാമോദീസ, വിവാഹം തുടങ്ങിയ ചടങ്ങുകൾ നടത്തുമ്പോൾ ദൈവം നമ്മുടെ ഭവനത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുകൊണ്ടാണ് പലപ്പോഴും ആഘോഷങ്ങൾ നടത്തുന്നത്. ദൈവമുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മദ്യം കഴിക്കുവാനും മദ്യം വിളമ്പുവാനും സാധിക്കുമോ? ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ദൈവികമായ ആനന്ദം ആ ആഘോഷത്തിൻ്റെ അവസരങ്ങളിൽ നമുക്കോ നമ്മുടെ ഭവനങ്ങളിലുള്ളവർക്കോ ലഭിക്കുന്നില്ല. എന്നാൽ ദൈവം എൻ്റെ ഭവനത്തിലുണ്ട് എന്ന തിരിച്ചറിവിൽ ദൈവത്തിന് ചേർന്ന രീതിയിൽ ആ ആഘോഷങ്ങൾ നമ്മൾ ക്രമീകരിക്കുകയാണ് എങ്കിൽ ദൈവിക സാന്നിധ്യം നമ്മുടെ ഭവനത്തിലുണ്ടാകും. ദൈവം നൽകുന്ന ആ ആനന്ദം നമ്മുടെ ആഘോഷത്തിൽ നമുക്കും ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് കൂടെ ആഘോഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ടാമത്തത്, ദൈവത്തെ ചിലപ്പോൾ നമ്മളങ്ങ് മറന്നു പോവുകയാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ദൈവത്തെ കൂടെയുണ്ടായെങ്കിലും കാണുവാൻ സാധിക്കുന്നില്ല. നല്ല പോലെ ബൾബങ്ങ് തെളിഞ്ഞു നിൽക്കുന്നു, പക്ഷെ പെട്ടെന്നങ്ങ് ഫ്യൂസ് അടിച്ചു പോകുന്ന പോലെയാണ്. നല്ല സന്തോഷമാണ്, പക്ഷേ പ്രതീക്ഷിക്കാത്ത ചില ദുഃഖ അനുഭവങ്ങൾ, വേദനാജനകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണങ്ങ് ഇരുണ്ടു പോകുന്നു. ദൈവത്തെ, കൂടെയുള്ള ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സന്തോഷം മുഴുവനും അപ്രത്യക്ഷമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതം. ദൈവപുത്രൻ അവരുടെ കൂടെ നടക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് സഹയാത്രികനായിട്ട് യേശു അവരുടെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യം എന്താണ്? യേശുവിനെ തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. യേശുവിനെ അവർക്ക് കാണാൻ പറ്റിയില്ല, കാരണം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഇതുപോലെയാണ് നമുക്ക് പലർക്കും സംഭവിക്കുന്നത്. ജീവിതത്തിൽ വലിയ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം കൂടെയുണ്ടെങ്കിലും ദൈവത്തെ കാണുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നൽകുന്ന ആനന്ദം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയൊരു പ്രാർത്ഥനയുണ്ട്.
അത് ക്രിസ്മസ് ദിവസം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. അത് ബർത്തിമായൂസ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ലഭിക്കുവാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ എൻ്റെ ദൈവമേ തുറന്നു തരണമേ എന്ന് ഒരു സുഹൃത ജപം പോലെ എല്ലാ നിമിഷവും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, എപ്പോഴാണ് ഈ എമ്മാവൂസിലേക്ക് പോയ ഈ 2 ശിഷ്യന്മാർക്ക് കാഴ്ച ലഭിച്ചത്? യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചത് എപ്പോഴാണ്? യേശു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനിരുന്നു. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ക്രിസ്തുവിന്റെ കുർബാനയാണ്. ക്രിസ്തു അർപ്പിച്ച വിശുദ്ധ ബലിയാണ്. ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാൻ നമുക്ക് ഓരോ ദിവസവും ദേവാലയത്തില് വലിയ സൗഭാഗ്യം ദൈവം നൽകുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ മധ്യേ ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് പുരോഹിതൻ ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഉടനെ കുമ്പിട്ട് വണങ്ങും. അതല്ല ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയുന്നതല്ല, കാറ്റലീന റിവാസ് എന്ന ഭക്തയായ സ്ത്രീക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു നിർദ്ദേശമാണിത്. വിശുദ്ധ കുർബാന ഇങ്ങനെ ഉയർത്തുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണുകൾ തുറന്ന് യേശുവിനെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് യേശുവിനെ നോക്കണം. നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം കിട്ടുവാൻ വേണ്ടി യേശുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ യേശുവിനെ നോക്കിക്കൊണ്ട് ഫാത്തിമയിലെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ് ഫാത്തിമ പ്രാർത്ഥന? കർത്താവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാനയിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ അറിയാത്തവർക്ക് വേണ്ടി, അത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനെ ഇങ്ങനെ നോക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന സമയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിലുടനീളം നമുക്ക് വിശ്വാസത്തിന്റെ വെളിച്ചം ലഭിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ക്രിസ്മസ് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ലൂക്കായുടെ സുവിശേഷത്തില് 2-ാം അധ്യായത്തിലുള്ളതാണ്. ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് നൽകിയ സന്ദേശം അതാണ്. എന്താണ് ദൈവദൂതൻ നൽകിയത്? ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ ഒരു വലിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സദ്വാർത്ത. ക്രിസ്തു ജനിച്ചത് നിനക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ജനിച്ചത് നിനക്ക് വേണ്ടിയാണ്, അവന് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കരുത്. യേശു ദൈവമായി ഈ ഭൂമിയിൽ ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്, യേശു എൻ്റെ രക്ഷകനാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിന്റെ സമാധാനവും ക്രിസ്തു നൽകുന്ന ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്താണത്? ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അംഗീകരിക്കണം, സ്വീകരിക്കണം, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ
ക്രിസ്തു ആഗ്രഹിക്കാത്ത പാപത്തിന്റെ സുഖങ്ങളിൽ മുഴുകുവാൻ എനിക്ക് അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജഡിക സുഖങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, സമ്പത്തിന്റെ പുറകെ പായുന്ന ഒരു വ്യക്തിക്ക്, മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയത്തെ പരിശോധിച്ചുകൊണ്ട്, കർത്താവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ രക്ഷകനായി പിറക്കുവാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ ഈ ദിനങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്, കുറവുകളെ അവഗണിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. 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 ക്രിസ്മസ് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം സമാധാനം ക്രിസ്തുവിന്റെ സമാധാനമായിരിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം ആരുടെ സമാധാനമായിരിക്കണം? ക്രിസ്തുവിന്റെ സമാധാനമായിരിക്കണം. രണ്ടു തരത്തിലുള്ള സമാധാനമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്നാൽ ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സമാധാനം ലോകത്തിൻ്റെ സമാധാനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. എന്താ ലോകത്തിൻ്റെ സമാധാനത്തിന് പ്രത്യേകത? സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, എല്ലാം റെഡിയാണെങ്കിൽ. എന്നാൽ റെഡി അങ്ങ് മാറുകയാണെങ്കിൽ, ഒരു ഡിസോർഡർ ഉണ്ടാവുകയാണെങ്കിൽ, സാഹചര്യങ്ങൾ പ്രതികൂലമാണ് എങ്കിൽ എൻ്റെ സമാധാനം പോയി, എൻ്റെ സ്വസ്ഥത പോയി, ഞാൻ കരയുവാനായിട്ട് ആരംഭിക്കുന്നു. എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനം ആപേക്ഷികമല്ല, അത് സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണ് എങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എങ്കിൽ ആനന്ദിക്കുവാനായിട്ട്, സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. The Mysteries of the Holy Rosary എന്നൊരു പുസ്തകത്തിൽ, അത് പരിശുദ്ധ അമ്മ വാഴ്ത്തപ്പെട്ട മേരി ഓഫ് എഗ്രഡ എന്ന വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തിയ കാര്യമാണ്. ഈ ജനന സമയത്തുണ്ടായ കാര്യങ്ങൾ വെളിപാട് പോലെ വെളിപ്പെടുത്തുകയാണ്. നസ്രത്തിൽ നിന്ന് പരിശുദ്ധ മാതാവും യോസേപ്പ് പിതാവും ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട്, ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ബേത്ലഹേമിലേക്ക് യാത്രയാകുകയാണ്. എത്ര ദിവസങ്ങൾ യാത്ര ചെയ്തു നിങ്ങൾക്കറിയാമോ? ആ പുസ്തകത്തിൽ പറഞ്ഞ 5 ദിവസങ്ങൾ അവർ യാത്ര ചെയ്യുന്നുള്ളതാണ്. അത്രമാത്രം ക്ലേശകരമായ യാത്രയായിരിക്കും പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെയും കൊണ്ട് 5 ദിവസം ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത്. നമുക്കാണെങ്കിൽ എന്തൊരു ഇംപേഷ്യൻസ് ആയിരിക്കും. എത്തുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമായത്, ഒരു വാഹനമൊന്നുമില്ലല്ലോ, ആരും സഹായിക്കാനില്ലല്ലോ, നമുക്കെപ്പോഴും പരാതിയായി. പക്ഷെ ഇവർക്ക് ഒരു പരാതിയുമില്ല. ആ പുസ്തകത്തിൽ പറയുന്നത്, മാതാവും യോസേപ്പ് പിതാവും ബേത്ലഹേമിലെത്തി. ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. 4 മണിയായപ്പോഴാണ്, വൈകുന്നേരം 4 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന പോലെ നമ്മൾ ഫോൺ വിളിച്ചൊന്നും അവിടെ ബുക്ക് ചെയ്തിട്ടില്ല, ലോഡ്ജ് ബുക്ക് ചെയ്തിട്ടില്ല. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. യോസേപ്പ് പിതാവ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ഓരോ വീട്ടിലും കയറിയിറങ്ങി ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കുവാനായി ഒരു ഇടം ഈ രാത്രിയിൽ ദയവായി തരുവോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും ആട്ടിയിറക്കി. ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. 50 വീടുകൾ അവർ കയറിയെന്നാണ് പറഞ്ഞത്. 4 മണി മുതൽ 9 മണി വരെ, രാത്രി 9 മണി വരെ ഈ അന്വേഷണമായിരുന്നു. കിടക്കുവാനായിട്ട് ഒരിടം തേടിയുള്ള അന്വേഷണം. അവരൊരിക്കലും പരാതി പറഞ്ഞില്ല, ഒരു പരാതി പോലും ഇല്ല. ദൈവപുത്രനെ പിറക്കുവാനായിട്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിനങ്ങ് സ്ഥലം ഒരുക്കിയ പോരായിരുന്നോ? ഞങ്ങളെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ന്യായമായിട്ടും ചോദിക്കാവുന്ന ചോദ്യം പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ചോദിച്ചില്ല. കാരണം അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരുന്നു.
അവസാനം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ആട്ടിടയന്മാരെ ആടുകളെ രാത്രികാലങ്ങളിൽ സൂക്ഷിക്കുവാനുള്ള ഒരു ഗുഹയിലാണ് ദൈവപുത്രന് ജന്മം നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, എൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാ സാഹചര്യത്തിലും സന്തോഷിക്കുവാനായിട്ട് സാധിക്കും, ആനന്ദിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മൾ കുറ്റം പറയേണ്ട. അവരാണ് എൻ്റെ അസമാധാനത്തിന് കാരണം. എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണെന്ന് പറയരുത്. ഞാൻ തന്നെയാണ് എൻ്റെ സമാധാനമില്ലായ്മയ്ക്ക് കാരണമെന്ന് തിരിച്ചറിയുക. ക്രിസ്തു യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഇതുവരെയായിട്ടും പിറന്നിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് ഈ 3 ചിന്തകളെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് നൽകുന്ന 3 ധ്യാന ചിന്തകൾ. 1, ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് ഇമ്മാനുവേലാണ്. നമ്മുടെ ദുഃഖത്തിൻ്റെ അവസരങ്ങളിൽ അവിടെ നമ്മുടെ കൂടെയുണ്ട്, ഒരിക്കലും കൈവിടുന്നില്ല. കണ്ണുകളെ തുറക്കുവാനായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ അവസരങ്ങൾ. പലപ്പോഴും ദൈവത്തെ നമ്മൾ മറന്നു കളയുന്നു, കൈവിട്ട് കളയുന്നു. സന്തോഷിക്കുമ്പോൾ ദൈവത്തോടു കൂടെ, യേശുവിനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ സന്തോഷിക്കുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ സന്തോഷങ്ങൾ ദൈവികമാകും. ദൈവികമായ ആനന്ദത്താൽ നമ്മുടെ മനസ്സ് നിറയും. രണ്ടാമതായി കർത്താവ് നൽകുന്ന സന്ദേശം, അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ദൈവപിതാവ് നൽകിയ ഏക രക്ഷകൻ ക്രിസ്തുവാണ്, യേശുവാണ്. യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ യേശുവിന് ചേരാത്ത എല്ലാ പാപത്തിൻ്റെ സ്വഭാവങ്ങളും ഞാൻ ഉപേക്ഷിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ബലഹീനതകളിലേക്ക് നമ്മളിപ്പോൾ ആലപിച്ച ഗാനം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി നമ്മളെല്ലാ നിമിഷവും പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നവീകരിക്കണമേ. ഭൂമുഖത്തെ നവീകരിച്ച് അങ്ങയുടെ ആത്മാവ് എൻ്റെ ജീവിതത്തെ നവീകരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് നമ്മളെ വഴി നടത്തുന്നുണ്ട്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് പരിശീലിപ്പിക്കണം. ഇത് ദൈവത്തിൻ്റെ ദാനമാകയാൽ ഈ ചിന്തകളെ പ്രാർത്ഥനയായി ഉയർത്തിക്കൊണ്ട് ഇരുകരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്കിപ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ സ്വതന്ത്രമായി സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സമാധാനം അനുഭവിക്കുവാൻ പറ്റുന്ന രീതിയിൽ, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന രീതിയിൽ ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശിഷ്യന്മാരെ അവിടുന്ന് വിശുദ്ധീകരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ശിഷ്യന്മാരായി വിളിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ, യേശുവിനോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലുമായിരിക്കുവാൻ, ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, അവിടുത്തെ രക്ഷകനായി സ്വീകരിക്കുവാൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.